എത്തിയോ? എത്തി സാർ. എന്തായാലോ കേസിന്റെ കാര്യം? സാർ ഞാൻ അന്വേഷിച്ചു സാർ. അത് പ്രതി പറഞ്ഞ സത്യോ? അതാ വക്കീലിന്റെ പണിയാ. എനിക്കത് തോന്നിയിരുന്നു. അതാ തന്നോട് അന്വേഷിക്കാൻ പറഞ്ഞത്. തനിക്കാവുമ്പോ നാട്ടുകാരോട് സംസാരിച്ച് വിവരങ്ങൾ തേടിയെടുക്കാൻ നല്ല മിടുക്കാണല്ലോ. താങ്ക് യു സാർ. പക്ഷെ അറിഞ്ഞ കാര്യം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഇത്ര താമസം പാടില്ല. അത് പിന്നെ വീട്ടിൽ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ സാർ. ഓക്കെ ഓക്കെ ശരി. ചെല്, ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ. അല്ല സാറേ, സാറെന്തിനീ കൊച്ചുകുട്ടിയിൽ മൊബൈലിൽ കളിക്കുന്ന കളിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കുട്ടികൾ കളിക്കുന്ന ഗെയിമോ? ആ, ഈ സിനിമയുടെ പേരും പാട്ടിന്റെ വരിയും സ്ഥലപ്പേരും ഒക്കെ വെച്ച് കളിക്കുന്ന കളി ആണോ? എന്നാ പിന്നെ ഇതിലെന്താ ഉദ്ദേശിക്കുന്നത് തനിക്ക് നോക്കി പറയാമോ? മയില്, ആട്, കൈ. സാറേ, ഇതിപ്പോ പാട്ടാണോ അതോ സിനിമ പേരാണോ? അതെനിക്കങ്ങനെ അറിയാം, താൻ പറയും. ഇതിലിപ്പോ കൈകൂപ്പുന്ന അണ്ണാൻ മല. ഷെടാ, ഇതിപ്പോ എന്താണാവോ? സാറേ സാറേ, ഇത് ചിലപ്പോ സ്ഥലപ്പേരാണെങ്കിലോ? നമ്മുടെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയുണ്ട്, പിന്നെ മയിലാടും തുരയുണ്ട്. സാറേ, എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ പേര് ഏതോ മലയാളി എഴുതിയതാണെന്നാ. ഓക്കെ സാർ, എന്നാ ഞാൻ പോട്ടെ. നിശ്ചയിച്ച് ഇടാനുള്ള ഡ്രസ്സൊക്കെ അവരെന്നു തരുമെന്നാ പറഞ്ഞത്? 2 ദിവസത്തിനുള്ളിൽ കിട്ടും. ഓ, വെച്ച് താമസിപ്പിക്കാതെ വേഗം തരാൻ പറയണം. ഇട്ട് നോക്കിയാലേ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ പറ്റൂ. ഓൾട്രേഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സമയം വേണ്ടേ? നമ്മൾ ആണുങ്ങൾക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ലല്ലേ ഏട്ടാ? അതെ, കാണാൻ കൊള്ളാവുന്നതാവണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാ. എത്ര സെലക്ഷൻ ഉണ്ടെങ്കിലും അതൊന്നും ഇഷ്ടപ്പെടാത്ത ആളാ ഈ സഹദേവേട്ടൻ. സെലക്ട് ചെയ്യുമ്പോ ഏറ്റവും നല്ലത് തന്നെ സെലക്ട് ചെയ്യണ്ടേ അച്ഛാ? ആ, അത് ശരിയാ. എന്നെ അങ്ങനെ സെലക്ട് ചെയ്തതല്ലേ നിന്റെ അച്ഛൻ? മനുഷ്യനല്ലേ, ഇടയ്ക്കൊക്കെ തെറ്റ് പറ്റാം അല്ലേ മോളെ? പല്ലവി, ഒന്നിങ്ങ വന്നേ. ഇതാണോ നീ സെലക്ട് ചെയ്ത് മാറ്റാൻ കൊടുത്ത ഡിസൈൻ? ഒന്ന് നോക്കി. ഇരിക്ക്. നോക്ക്. അതെ, ചേച്ചി സെലക്ട് ചെയ്തത് പഴയ രീതിയിലുള്ളതാ. അതൊക്കെ ഇട്ട് ഞാൻ നിൽക്കുന്നത് എന്റെ ഫ്രണ്ട്സ് കണ്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഡ്രസ് സെലക്ട് ചെയ്യുന്നതൊക്കെ ഒരാളുടെ ഇഷ്ടവും കംഫർട്ടും ഒക്കെ നോക്കി തന്നെയാ. പക്ഷെ നമ്മുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ ആവുമ്പോ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനില്ലേ? അത് ശരിയാ മോളെ. കാലം മാറിയെങ്കിലും നമ്മൾ നമ്മളെ രീതികൾ മാറ്റണമെന്നില്ല. നിങ്ങൾ എല്ലാവരും കൂടി ഉപദേശിച്ച് എന്റെ മനസ്സ് മാറ്റാനൊന്നും നോക്കണ്ട. എന്തൊരു കഷ്ടോ ഇത്! ഇഷ്ടമുള്ളവരും ഡ്രസ് ഇടാൻ പോലും ഈ വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലേ? അങ്ങനെയല്ല. ആളുകൾ നമ്മളെ ഒരു ഫംഗ്ഷനിൽ കാണുമ്പോ നമ്മുടെ അപ്പിയറൻസ് നോക്കി വിലയിരുത്തും. അത്തരം സമയങ്ങളിൽ നമ്മൾ ട്രഡീഷണൽ ആയി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നുവെച്ച് നമ്മുടെ പഴയ രീതികൾ വേണമെന്നൊന്നുമല്ല, കുറച്ച് എലഗന്റ് ആയി ഡ്രസ് ചെയ്യണം. ചേച്ചിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താന്ന് വെച്ച് ചെയ്തോ, പക്ഷെ എന്നെ എന്റെ ഇഷ്ടത്തിന് വിടണം. നീ എന്തിനാ മോളെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നീ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയ ഒരു ഡ്രസ് ഇട്ട് നമ്മുടെ ഫാമിലി ഫംഗ്ഷനിൽ നിന്നാ അത് മോശമായിട്ട് തോന്നും. അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യരുതെന്ന് പൂർണിമ പറയുന്നത്. പൂർണിമ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. നീ വേറെ അഭിപ്രായം ഒന്നും പറയണ്ട കേട്ടോ? പറ്റില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും.
ചേച്ചി ദേ ചേച്ചിക്ക് വന്നതാ. എനിക്കോ? ആ അതെ. എന്തോ ഫംഗ്ഷനുള്ള ഇൻവിറ്റേഷനോ മറ്റാണെന്ന് തോന്നുന്നു. എന്താണെന്ന് നോക്കിയില്ലേ നീ? ഇല്ല, അത് ശരിയല്ലല്ലോ. ചേച്ചിക്ക് വന്നത് ചേച്ചി തന്നെ വേണ്ടേ നോക്കാൻ. പിന്നെ അടിപൊളി ഫംഗ്ഷൻ വല്ല ആണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോണേ. എനിക്കൊരു വ്ളോഗ് എടുക്കാലോ. ചേച്ചിക്ക് ചിരിക്കാം. ഓരോ കണ്ടന്റ് ഉണ്ടാക്കാനേ ഞാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയൂ. ആ ശരി ശരി, ആദ്യം ഇതെന്താണെന്ന് ഞാനിന്ന് നോക്കട്ടെ. ഓ നോക്കിക്കോ നോക്കിക്കോ, ഞാനൊരു ശല്യമാകുന്നില്ല. ബൈ. ഈ ചെറുക്കന്റെ ഒരു കാര്യം.